നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നവംബർ 3 UAE പതാക ദിനം ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, പബ്ലിക് പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ രാവിലെ 11 മണിയോടെ പതാക ഉയർത്തണമെന്ന് നിർദ്ദേശം. 20 വർഷങ്ങൾ പിന്നിട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. PM ശ്രീയിൽ CPIയെ അനുനയിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. വ്യവസ്ഥകൾ പരിശോധിക്കാനുള്ള സമിതിയിൽ CPI മന്ത്രിമാരെയും ഉൾപ്പെടുത്തും. ഉചിതമായ തീരുമാനമില്ലെങ്കിൽ നിർവാഹക സമിതിയിൽ നിർണായക നടപടികളെന്ന് CPI. എക്സിക്യൂട്ടീവ് യോഗം നാളെ ആലപ്പുഴയിൽ. ഫണ്ട് ഉപേക്ഷിക്കാനാവില്ലെന്നും നിയമോപദേശം തേടിയെന്നും മന്ത്രി V ശിവൻകുട്ടി. പിണറായിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതാരെന്നും MA ബേബി വിധേയനെ പോലെയെന്നും VD സതീശൻ. മണ്ണിടിച്ചിലിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി. അപകടമുണ്ടായ സ്ഥലത്ത് ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വിശദീകരണം. ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. മണ്ണിടിച്ചിലിൽ മരിച്ച കൂമ്പൻപാറ സ്വദേശി ബിജുവിന് നാടിന്റെ യാത്രാമൊഴി. ഗുരുതര പരിക്കേറ്റ ഭാര്യ സന്ധ്യ ചികിത്സയിൽ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന് SIT. സുഹൃത്തായ രമേശ് റാവുവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. പോറ്റിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്തെത്തിച്ചു. പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയും ബോർഡുമെന്ന് പ്രതിപക്ഷം. ാമത് ആസിയാൻ ഉച്ചകോടിക്ക് തുടക്കം. വ്യാപാര രംഗത്ത് ആസിയാനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത് ഓൺലൈനിലൂടെ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ കുറവ് വരുത്തിയെന്ന് ആവർത്തിച്ച് ട്രംപ്. 5 വർഷത്തിന് ശേഷം വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഇന്ത്യയും ചൈനയും. നടപടി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. നവംബർ 3 UAE പതാക ദിനം ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. നവംബർ 3 രാവിലെ 11 മണിക്ക് സ്കൂളുകൾ, സ്ഥാപനങ്ങൾ, പബ്ലിക് പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഒരേ സമയം പതാക ഉയർത്തണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ഐക്യത്തിന്റെയും ചിഹ്നമായ ദേശീയ പതാകയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2004 UAE പ്രസിഡന്റായി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ സ്ഥാനമേറ്റതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 2013 മുതലാണ് നവംബർ 3 പതാക ദിനമായി UAE ആചരിച്ചു തുടങ്ങിയത്. ദുബായിലെ യാത്രകൾക്ക് ഗതിവേഗം പകരുന്ന പദ്ധതികൾ പൂർത്തിയാക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 20 വർഷങ്ങൾ പിന്നിടുന്നു. താമസിക്കാനും സഞ്ചാരത്തിനും നിക്ഷേപ അവസരങ്ങൾക്കും മികച്ച നഗരമെന്ന ദുബായിയുടെ ഖ്യാതിക്ക് പിന്നിൽ ദുബായ് RTA പങ്കുവഹിച്ച പങ്ക് ചെറുതല്ല. ലോകോത്തരമായ യാത്രാ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ദുബായ് അങ്ങനെയായി തീർന്നതിന് പിന്നിൽ ദുബായ് RTA എന്ന സ്ഥാപനത്തിന്റെ സമർപ്പണമുണ്ട്. ദുബായ് മെട്രോ, ട്രാം, റോഡുകൾ, ജലഗതാഗതം തുടങ്ങി അതിവേഗം വളരുന്ന നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുൻപന്തിയിലുള്ള ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്ഥാപിതമായിട്ട് 20 വർഷങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ 20 വർഷത്തിനിടെ ദുബായിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി RTA 175 ബില്യൺ ദിർഹമാണ് നിക്ഷേപിച്ചത്. വിവിധ ലെയിനുകളിലായി 25,000-ലധികം കിലോമീറ്റർ വരുന്ന റോഡ് ശൃംഖലയിലൂടെ പ്രതിദിനം സഞ്ചരിക്കുന്നത് 3.5 ദശലക്ഷത്തിലേറെ വാഹനങ്ങളാണ്. ദുബായ് മെട്രോയും ട്രാമും ഉൾപ്പെടുന്ന നെറ്റ്വർക്ക് 100-ലേറെ കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. കാൽനടക്കാർക്കുള്ള പാലങ്ങളും തുരങ്കപാതകളും 2024 വരെ 177 എണ്ണമാണ് ദുബായ് RTA പൂർത്തിയാക്കിയത്. ദുബായിൽ പൊതുഗതാഗത സംവിധാനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം 2006-ലെ 220 ദശലക്ഷത്തിൽ നിന്ന് 2024-ൽ 747 ദശലക്ഷത്തിലധികമായി വളർന്നു. 20ാം വാർഷികത്തിന്റെ ഭാഗമായി ദുബായ് ജുമൈറ ബീച്ച് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സംസാരിച്ച ദുബായ് RTA ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മത്തർ അൽ തയ്യാർ സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ ദീർഘവീക്ഷണമുള്ള ഭരണ നേതൃത്വത്തിന്റെ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. സ്ഥാപക ജീവനക്കാരെയും RTA പങ്കാളികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രത്യേക നോൾ കാർഡുകളും നാണയങ്ങളും പുറത്തിറക്കി. അമൃത ന്യൂസ്, ദുബായ്.
PM ശ്രീ പദ്ധതിയിൽ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് CPI. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. അതേസമയം നീക്കങ്ങളുടെ ഭാഗമായി വിവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ CPI മന്ത്രിമാരെ അംഗങ്ങളാക്കി സമിതിക്ക് രൂപം നൽകാമെന്ന് CPM അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പിന്മാറാമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഉഭയകക്ഷി ചർച്ചകൾക്കും നീക്കം നടത്തുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. 3 ദിവസത്തെ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ CPI എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. You see, our party is having meeting of the state executive tomorrow, and we will discuss. Comrade Prakash will be there in the meeting, and party will further discuss what should be done. Party will assess the developing situation in the state of Kerala. അതേസമയം CPI അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടരുകയാണ്. വിവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാമെന്നും സമിതിയിൽ CPI മന്ത്രിമാരെ ഉൾപ്പെടുത്താമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം വച്ചിരിക്കുന്നത്. അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ലെന്നും MOU ഒപ്പിടുന്നതിന് മുൻപ് നിയമോപദേശം തേടിയിരുന്നതായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ അഗ്രിമെന്റിന് പിന്മാറാൻ പറ്റില്ലെന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള MOUവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് നിമിഷം വേണോ ഈ MOUന്ന് പിന്മാറണമെങ്കിൽ ഇരു കക്ഷികളും തമ്മിൽ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം 2 കക്ഷികൾക്കുമുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പിന്നെ ഇരു കക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശവും ഇത് പറയുന്നു. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. MA ബേബി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിധേയനെ പോലെ നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു, 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു, ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നിലപാടിലേക്കാണോ അതോ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ എടുത്ത തീരുമാനത്തിൽ നിയമപരമായി നേരിടാനാണോ CPI തീരുമാനിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി CPI സെക്രട്ടറിയുമായി സംസാരിച്ചു. കേരളത്തിലാണ് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതെന്നും അതിനുവേണ്ടി എന്ത് സഹായവും അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് നൽകുമെന്നും MA ബേബി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു. വിഷയത്തിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മൗനം വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് സർക്കാർ പോയതുപോലെ എന്തുകൊണ്ട് നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. PM ശ്രീ പദ്ധതിയിൽ CPIയെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനാണ് CPI എതിർപ്പുയർത്തുന്നത്. മുഖ്യമന്ത്രി വന്ന് സംസാരിച്ചാൽ CPIയുടെ പ്രശ്നമെല്ലാം അവിടെ തീരും. ശിവൻകുട്ടി പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ആവുകയാണ് വേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. CPI ഇതിനു മുൻപ് പറഞ്ഞ വല്ല കാര്യവും പറഞ്ഞെടുത്ത് നിന്നോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിൽ വൻ ഭൂമി ഇടപാടുകളെന്ന് SIT. സുഹൃത്തായ രമേശ് റാവുവുമായി ചേർന്ന് കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടി. ഇത് സംബന്ധിച്ച രേഖകൾ SIT പിടിച്ചെടുത്തു. സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമിയും കെട്ടിടങ്ങളും രജിസ്റ്റർ ചെയ്തതെന്നാണ് സൂചന. പോറ്റിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്തെത്തിച്ചു. പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്നത് ദേവസ്വം മന്ത്രിയും ബോർഡുമെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി 30-ന് അവസാനിക്കും. അതിനു മുൻപ് പരമാവധി തെളിവ് ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. തുലാമാസ പൂജയ്ക്ക് ദർശനത്തിനെത്തിയ തീർത്ഥാടകരോട് മോശമായി പെരുമാറി പോലീസുകാരൻ. നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ ബലം പ്രയോഗിച്ച് തള്ളിവിടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തീർത്ഥാടകരോട് ആദരവോടെ പെരുമാറണമെന്ന് ഔദ്യോഗിക നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് പോലീസുകാരന്റെ ഇത്തരം പെരുമാറ്റം. തുലാമാസ പൂജക്കാലത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡും പോലീസും പരാജയപ്പെട്ടു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്.
കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സബ് കോടതിയിലാണ് കുടുംബം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപണമുന്നയിച്ച TV പ്രശാന്തൻ എന്നിവരാണ് എതിർകക്ഷികൾ. നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്ന് തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു. മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇവർ 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഹർജി ഫയലിൽ സ്വീകരിച്ച പത്തനംതിട്ട സബ് കോടതി PP ദിവ്യയ്ക്കും പ്രശാന്തിനും നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം 11-ന് പരിഗണിക്കും. അന്ന് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ ADM നവീൻ ബാബുവിന് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണമില്ലാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ അധിക്ഷേപ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് CPM നേതാവ് കൂടിയായ PP ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യ രാജിവെക്കുകയും ചെയ്തു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പ്രശാന്തൻ ആരോപിച്ചിരുന്നത്. എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കാണിച്ചിട്ടുണ്ട്. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ലെന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കുവൈറ്റിലുടനീളമുള്ള മുഖ്യ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായുള്ള 32ാമത് മന്ത്രിതല തുടർ നടപടി സമിതി യോഗം ബയാൻ പാലസിൽ നടന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി നിക്ഷേപം, സാമ്പത്തികം, വാണിജ്യം, വ്യവസായം തുടങ്ങിയ മേഖലയിലെ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുകയെന്നത് കുവൈറ്റിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കി. തന്ത്രപരമായ പങ്കാളിത്തം പങ്കിടുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ വ്യത്യസ്ത സുരക്ഷാ വകുപ്പുകൾ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനകളിൽ 22,000-ലേറെ നിയമലംഘകർ പിടിയിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 16 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 13,665 ഇക്കാമ നിയമലംഘകരും 4,394 നുഴഞ്ഞുകയറ്റക്കാരും 4,567 തൊഴിൽ നിയമലംഘകരുമടക്കം ആകെ 22,613 നിയമലംഘകരാണ് പിടിയിലായത്. ഇക്കാലയളവിൽ അതിർത്തികൾ വഴി രാജ്യത്ത് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 1,699 പേരും പിടിയിലായി. ഇതിൽ 45% പേർ യമനികളും 54% പേർ എത്യോപ്യക്കാരും 1% പേർ മറ്റ് രാജ്യക്കാരുമാണ്. കുവൈറ്റിലെ ഒരു വീടിനുള്ളിൽ നടത്തിയ കഞ്ചാവ് കൃഷി സുരക്ഷാ സേന കണ്ടെത്തി. രാജ്യത്ത് മയക്കുമരുന്നുകൾ കൃഷി ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പൗരത്വവുമില്ലാത്ത വ്യക്തിയാണ് ഈ കേസിൽ പിടിയിലായത്. രാജ്യത്ത് മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണിത്. ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് കീഴിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ ഓപ്പറേഷൻ നടത്തിയത്. സുരക്ഷാ വൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് സംശയത്തെ തുടർന്ന് ഈ വീട് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇവിടെ മയക്കുമരുന്ന് കൃഷി നടക്കുന്നുണ്ടെന്ന് വ്യക്തമായതിനു ശേഷം ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയായിരുന്നു. കുവൈറ്റിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് 90% കുറഞ്ഞതായി റിപ്പോർട്ട്. മയക്കുമരുന്ന് വ്യാപാരികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ഇതിനായുള്ള നിയമം സർക്കാർ തയ്യാറാക്കിയതായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അസബാഹ് പറഞ്ഞു. പുതിയ നിയമം സാമൂഹിക സുരക്ഷയും പൊതുജന സുരക്ഷയും വർദ്ധിപ്പിക്കും. മയക്കുമരുന്ന് വ്യാപാരികൾ, ലഹരിക്കടത്ത്, ഉപയോഗം എന്നിവയ്ക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശക്തമായ സുരക്ഷാ പരിശോധനയുടെ ഫലമായാണ് ഈ വർഷം രാജ്യത്തേക്കുള്ള മയക്കുമരുന്ന് കടത്ത് 90% കുറഞ്ഞത്. സൗദിയിലെ ഖമീസ് മുഷൈത്തിൽ വാഹനാപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം. ഒരു വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. ബിഷയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റയാളെ ബിഷയിലെ കിങ് അബ്ദുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും റെഡ് ക്രസന്റും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നവയുഗം ദമാം സാംസ്കാരിക വേദി ER ഇവന്റുമായി കൈകോർത്ത് നവംബർ 21-ന് ദമാമിൽ നടത്തുന്ന മലയാളത്തിന്റെ വാനമ്പാടി പത്മശ്രീ KS ചിത്ര നയിക്കുന്ന റിതം 2025 ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന മെഗാ ഷോയുടെ ലോഞ്ചിംഗ് പ്രോഗ്രാം ദമാമിൽ നടന്നു. ദമാം അൽ വഫ മാളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വെച്ച് നവയുഗം നേതാക്കളായ MA വാഹിദ്, ഷാജി മതിലകം, സാജൻ കണിയാപുരം, ശരണ്യ ശിവകുമാർ തുടങ്ങിയവർ ചേർന്ന് റിതം 2025 ട്യൂൺസ് ഓഫ് ഇന്ത്യ പ്രോഗ്രാമിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ
ചടങ്ങുകളോടെ ആരംഭിച്ച ലോഞ്ചിംഗ് പരിപാടിക്ക് പ്രിജി കൊല്ലം സ്വാഗതവും ബിജു വർക്കി പ്രോഗ്രാം ആമുഖവും മുഹമ്മദ് ഷിബു നന്ദിയും പറഞ്ഞു. ആസിയാൻ ഉച്ചകോടിക്ക് മലേഷ്യയിൽ തുടക്കം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാണ് ഇന്ത്യയും ആസിയാനും പിന്തുടരുന്നതെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓൺലൈനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതും ആസിയാന്റേതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2026 സമുദ്ര സഹകരണ വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് മലേഷ്യയിൽ 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് തുടക്കമായത്. ത്രിദിന ഉച്ചകോടിയിൽ കംബോഡിയ, തായ്ലാന്റ് അതിർത്തി തർക്കവും ഡൊണാൾഡ് ട്രംപിന്റെ തീരുവവർധനവുമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഉച്ചകോടിയിൽ രാജ്യങ്ങളെ അഭിസംബോധന ചെയ്യവേ അന്താരാഷ്ട്ര തലത്തിൽ താൻ നടത്തിയ ഇടപെടലുകൾ ട്രംപ് വിശദീകരിച്ചു. 8 മാസം കൊണ്ട് 8 യുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും ഇനിയും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. So as you know, this is one of 8 wars that my administration has ended in just 8 months. We're averaging one a month. There is only one left. Although I heard that Pakistan and Afghanistan have started up, but I'll get that solved very quickly. I know them both, and the Pakistan, the Field Marshal and the Prime Minister are great people, and I have no doubt we're going to get that done quickly. That one started up a few days ago. അതേസമയം ആസിയാൻ ഉച്ചകോടിക്കായുള്ള യാത്രക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഘട്ടം ഘട്ടമായി ഇന്ത്യ കുറയ്ക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. If you look at India and Pakistan, I could say almost any one of the deals that I've already done, I thought would have been more difficult than Russia and Ukraine, but it didn't work out that way. There's a lot of hatred between the two. Between Zelensky and Putin is tremendous hatred. ട്രംപിന്റെ ഈ അവകാശവാദങ്ങളും ചർച്ചാ വിഷയമായേക്കും. ഉച്ചകോടിക്കായി മലേഷ്യയിലെത്തിയ ട്രംപിന് ഊഷ്മളമായ വരവേൽപ്പാണ് കോലാലംപൂർ എയർപോർട്ടിൽ നൽകിയത്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, വിയറ്റ്നാം, മ്യാൻമർ തുടങ്ങിയ 10 രാജ്യങ്ങളാണ് ആസിയാനിൽ ഉൾപ്പെടുന്നത്. 11ാമത് അംഗരാജ്യമായി ഈസ്റ്റ് ടിമോറിനെ ഈ ഉച്ചകോടിയിൽ ചേർക്കും. ഏഷ്യൻ മേഖലയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ നിർണായകമാകുന്ന തീരുമാനങ്ങൾ ഈ ഉച്ചകോടിയിൽ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. രാജ്യവ്യാപക SIRന്റെ ഷെഡ്യൂൾ നാളെ പുറത്തുവിടും. വൈകിട്ട് 4:15 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ SIR നീട്ടണമെന്ന ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യത്ത് SIR നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഷെഡ്യൂൾ പൂർത്തിയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ സമ്മേളനത്തിൽ ബീഹാർ മാതൃകയിൽ 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ തിരിച്ചറിയൽ രേഖ മാത്രമായാണ് പരിഗണിക്കുക. പൗരത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മറ്റ് 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ SIR നടപ്പാക്കുകയെന്നാണ് സൂചന. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം തുടങ്ങി 10 സംസ്ഥാനങ്ങൾ ആദ്യഘട്ട SIRൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കേരളം പോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തിയാകും ആദ്യഘട്ട SIRന്റെ തീയതി പ്രഖ്യാപിക്കുകയെന്ന് കമ്മീഷൻ സൂചന നൽകിയിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ SIR നീട്ടണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അടുത്ത മാസം ആദ്യം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. ഡിസംബർ 20 മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലാകും പ്രഖ്യാപനം. ബീഹാറിലെ SIRനെതിരായ കേസ് സുപ്രീംകോടതിയിൽ തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപക SIRനുള്ള നടപടി ആരംഭിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 10 മുതൽ 15 വരെ സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നത്. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇതിനിടെ അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്ന വാദവുമായി ദേശീയപാത അതോറിറ്റി രംഗത്തെത്തി. ശനിയാഴ്ച രാത്രിയിലാണ് അടിമാലി ലക്ഷം വീട് കോളനിയിൽ മണ്ണിടിച്ചിലിൽ ബിജു മരിച്ചത്. ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ കുമ്പൻപാറയിലെ കുടുംബ വീട്ടിൽ നടത്തി. അനിയൻ ശ്യാമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള NH85 ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ചു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 4 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദുരന്തമുണ്ടായ പ്രദേശത്തെ 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ കൈകഴുകി ദേശീയപാത അതോറിറ്റി രംഗത്തെത്തി. അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നാണ് വിശദീകരണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണെന്നും ദേശീയപാത അതോറിറ്റി വിശദീകരിക്കുന്നു. അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉത്തരവിട്ടു. അമൃത ന്യൂസ്, ഇടുക്കി. സമസ്തയുടെ പ്രവർത്തനവും ഫണ്ട് പിരിവും തടയാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കരുതെന്നും അതിന് മെനക്കെട്ടാൽ അത് അവരുടെ നാശത്തിന് തുടക്കമാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. കോഴിക്കോട് നടന്ന സമസ്ത മുൻ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ അനുസ്മരണ പരിപാടിയിലായിരുന്നു ജിഫ്രി തങ്ങളുടെ പ്രതികരണം. കോട്ടയത്ത് 3 മാസം പ്രായമുള്ള ആൺകുട്ടിയെ വിൽക്കാൻ ശ്രമം. സംഭവത്തിൽ അസം സ്വദേശിയായ പിതാവിനെയും UP സ്വദേശികളായ 2 പേരെയും കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തു. 50,000 രൂപയ്ക്കാണ് കുട്ടിയെ പിതാവ് വിൽക്കാൻ ശ്രമിച്ചത്. കുട്ടിയുടെ മാതാവിന്റെ എതിർപ്പിനെ തുടർന്നാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഇനി പഠനത്തിന് തടസ്സമുണ്ടാകില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോയുടെ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനുമായി അമൃത സർവകലാശാല ധാരണാപത്രം ഒപ്പിട്ടു. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായി ഇതോടെ അമൃത സർവകലാശാല. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മാറ്റങ്ങളും ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടപ്പിലാക്കുക എന്നതാണ് യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചു. യുനെസ്കോയുടെ യുനെസ്കോ ചെയേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ചെയറിന്റെ ഉടമ്പടിയിൽ യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസുലെ, അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ P. വെങ്കട്ടരംഗൻ എന്നിവർ ചേർന്ന് ഒപ്പുവച്ചു. 2029 ജൂൺ വരെ പ്രാബല്യത്തിൽ നിൽക്കുന്ന ഈ ചെയറിന് അമൃത സർവകലാശാല സ്കൂൾ ഓഫ് ബിസിനസ് വിഭാഗം ഡീൻ ഡോക്ടർ രഘുരാമൻ, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ പ്രേമ നെടുങ്ങാടി എന്നിവർ അധ്യക്ഷസ്ഥാനം വഹിക്കും. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൂടിയായി ഇതോടെ അമൃത സർവകലാശാല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ടുകൾ, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, വീഡിയോ തിരിച്ചറിയൽ സംവിധാനങ്ങൾ, ഓഡിയോ വിവരണ ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ചെയർ പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നത്. കൂടാതെ അക്കാദമിക് പരിശീലനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണങ്ങളിലൂടെയും കപ്പാസിറ്റി ബിൽഡിങ്ങിനും ശ്രദ്ധ നൽകും. ഈ ചെയറിന്റെ ഭാഗമായി ഗവേണൻസ് സേവനങ്ങൾക്കായി സൈൻ ലാംഗ്വേജ് സംയോജിപ്പിച്ച ആക്സസിബിലിറ്റി ഇന്റർഫേസ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു വരികയാണെന്നും ഇതിന്റെ പ്രാരംഭ പതിപ്പ് ഇതിനകം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും നാഷണൽ ഗവേണൻസ് ഡിവിഷനും വികസിപ്പിച്ച ഉമാങ് പ്ലാറ്റ്ഫോമിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അമൃത സർവകലാശാല പ്രോവോസ്റ്റ് ഡോക്ടർ മനീഷ V. രമേശ് അധ്യക്ഷയായിട്ടുള്ള യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഡോക്ടർ ഭവാനി റാവു അധ്യക്ഷയായിട്ടുള്ള യുനെസ്കോ ചെയർ ഓൺ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെന്റ് എന്നിങ്ങനെ 2 യുനെസ്കോ ചെയറുകൾ മുമ്പ് തന്നെ അമൃത സർവകലാശാലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാന സ്കൂൾ കായികമേള അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരം ജില്ല തങ്ങളുടെ കുതിപ്പ് തുടരുകയാണ്. 1610 പോയിന്റുമായാണ് ആതിഥേയരുടെ കുതിപ്പ്. 769 പോയിന്റുമായി തൃശൂർ 2ാം സ്ഥാനത്തും 692 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ഗെയിംസിൽ തിരുവനന്തപുരം മുന്നിൽ നിൽക്കുമ്പോൾ അത്ലറ്റിക്സ് ഇനങ്ങളിൽ പാലക്കാട് ജില്ലയാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. 162 പോയിന്റാണ് പാലക്കാട് ജില്ലയ്ക്കുള്ളത്. അതേസമയം മലപ്പുറം ജില്ല 155 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന മേളയിൽ കിരീടമണിയുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ലഭിക്കുക.
സ്കൂൾ ഗെയിംസിൽ സ്വർണം നേടുന്ന വീടില്ലാത്ത 50 കുട്ടികൾക്ക് വീട് വെച്ചു നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ നാളെ നഗരത്തിൽ അകമ്പടി ജാഥകളും നടക്കും. കൊമ്പിന്റെ മാതൃകയിലാണ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് ഗവർണർ വിജയികൾക്ക് സമ്മാനിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് മാതൃകയിലുള്ള 14 വളയങ്ങൾ, 14 ആനകൾ, ഇൻക്ലൂസീവ് സ്പോർട്സിന് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന 14 കായിക ഇനങ്ങൾ എന്നിവ കപ്പിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്ഥിരം ലോഗോയും കപ്പിൽ പതിച്ചിട്ടുണ്ട്. സൗദിയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമേകി സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സിഫ് നടത്തുന്ന ചാമ്പ്യൻസ് ലീഗ് കിക്ക് ഓഫ് നവംബർ 7-ന്. പരിപാടിയുടെ ഭാഗമായി ട്രോഫി കൈമാറ്റ ചടങ്ങും ഫിക്സ്ചർ റിലീസിംഗും വർണ്ണാഭമായി സംഘടിപ്പിച്ചു. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സിഫ് അതിന്റെ 30ാമത് വാർഷികവും 21ാമത് ചാമ്പ്യൻസ് ലീഗിനു വേണ്ടിയുള്ള ഫിക്സർ പ്രകാശനവും ട്രോഫി അനാവരണവും വിവിധ പരിപാടികളോടെ ജിദ്ദ കുബ്ബ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. പരിപാടി ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മലയാളികൾക്ക് ജിദ്ദയിൽ ഒരു ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഫ് പ്രസിഡന്റ് ബേബി നീലാംബ്ര അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് ജനറൽ സെക്രട്ടറി നിസാം അമ്പാട് ആമുഖ പ്രഭാഷണം നടത്തി. അബ്ദുൽ നാഫി കുപ്പനത്ത്, അൻവർ വല്ലാഞ്ചിറ, KP അബ്ദുസലാം, നാസർ ശാന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ പ്രധാന ആകർഷണമായ ട്രോഫി കൈമാറ്റ ചടങ്ങും ഫിക്സർ പ്രകാശനവും വളരെ ഭംഗിയായി നടന്നു. 21ാമത് ചാമ്പ്യൻസ് ലീഗിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സിഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 7-ന് ആരംഭിച്ച് ജനുവരി 19-ാം തീയതി അവസാനിക്കുന്ന രൂപത്തിലാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെൻറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ ടൂർണമെൻറ്റിൽ മൊത്തം 27 ക്ലബ്ബുകളാണ് പങ്കെടുക്കുന്നത്. A, B, D ഡിവിഷനുകളായി. A ഡിവിഷനിൽ 6 ക്ലബ്ബുകളും B ഡിവിഷനിൽ 16 ക്ലബ്ബുകളും D ഡിവിഷനിൽ 5 ക്ലബ്ബുകളുമാണ് പങ്കെടുക്കുന്നത്. പ്രാവശ്യത്തെ ടൂർണമെൻറ്റിൽ എല്ലാ വർഷവും ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ധാരാളം കളിക്കാർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയും മറ്റു ദിവസങ്ങളിലായി കളിക്കാർ എത്തിച്ചേർന്നതാണ്. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.